നമസ്കാരം. മുംബൈയിൽ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് പിടിയിൽ. മുംബൈ സ്വദേശിയായ സായിബ് സുബൈർ അൻസാരിയാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ 4-ന് മീര റോഡ് ഈസ്റ്റിലാണ് സംഭവം. സയൻസ് ബിരുദധാരിയായ ഇയാളെ നയനഗർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അൻസാരിയുടെ വീട്ടിൽ പോലീസും സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു. ഐസിസിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്നെഴുതിയ കുറിപ്പ് കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. മുംബൈയിലെ മീര റോഡ് ഭാഗത്ത് നടത്തിയ ആക്രമണമാണ് ഭീകര സംഘടനയിൽ ചേരാനുള്ള തന്റെ ആദ്യ ചുവടുവെപ്പെന്ന് ഇയാൾ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അൻസാരിയിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അധികൃതർ പരിശോധിച്ചു വരികയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരായ രാജ്കുമാർ മിശ്രയും സുബ്രതോ സെന്നിനെയുമാണ് ഇയാൾ ആക്രമിച്ചത്. ഇരുവരെയും പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിൽ രാജ്കുമാറിന്റെ നില ഗുരുതരമാണ്. കുടലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സുബ്രതോ സെന്നിന് ശരീരത്തിന്റെ പിൻഭാഗത്താണ് കുത്തേറ്റത്. ആക്രമണത്തിൽ പ്രാണരക്ഷാർത്ഥം ക്യാബിനിൽ ഒളിച്ച സുബ്രതോ സെന്നാണ് പോലീസിൽ വിവരമറിയിക്കുന്നത്. ഈ സമയം സ്ഥലത്തു നിന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നാലെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച ഉദ്യോഗസ്ഥർ സുബൈർ അൻസാരിയെ തിരിച്ചറിയുകയും നയനഗറിലെ വാടക വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പുലർച്ചെയോടെ സ്ഥലത്തെത്തിയ സുബൈർ അൻസാരി ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ കണ്ട് അവിടേക്ക് ചെന്നു. തുടർന്ന് ഇരുവരുടെയും പേരും മതവും ചോദിച്ചു. തുടർന്ന് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇരുവരും വിസമ്മതിച്ചതോടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കുകയായിരുന്നു. ആക്രമണം നടന്ന് 90 മിനിറ്റിനുള്ളിലാണ് 31-കാരനായ അൻസാരിയെ അറസ്റ്റ് ചെയ്യുന്നത്. അൻസാരിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലോൺ വോൾഫ്, ജിഹാദ്, ഗാസ തുടങ്ങിയ വാക്കുകൾ ഉൾപ്പെട്ട നിരവധി കുറിപ്പുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. ലോൺ വോൾഫുകൾ നിങ്ങളെ ആക്രമിക്കും, മുസ്ലിങ്ങളായ നിങ്ങൾ ബിലാദ് ഹിന്ദിൽ യഥാർത്ഥ ജിഹാദ് കാണുമെന്ന് കുറിപ്പിൽ അൻസാരി എഴുതിയിരുന്നു. കൂടാതെ ആളുകൾ, കുടുംബം, ഭാര്യമാർ, മാതാപിതാക്കൾ നിങ്ങളെ ഉപേക്ഷിക്കും, അള്ളാഹു അവരെ നയിക്കട്ടെ, ഗാസ സ്വതന്ത്രമാകുന്നത് ഇങ്ങനെയായിരിക്കും എന്നിങ്ങനെ അവ്യക്തമായിട്ടുള്ള പല പരാമർശങ്ങളും അടങ്ങിയ കുറിപ്പുകളും ഇക്കൂട്ടത്തിൽ കണ്ടെത്തി. അൻസാരി വർഷങ്ങളോളം അമേരിക്കയിൽ താമസിച്ചിരുന്നതായി ATS അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ജോലി ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഇയാൾ മീര റോഡിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഓൺലൈനായി കെമിസ്ട്രി കോച്ചിങ് നൽകിയാണ് ഇയാൾ ഉപജീവനം നടത്തിയിരുന്നത്. 4 മാസം മുമ്പ് വരെ ഒരു കോച്ചിങ് സെന്ററിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. മെയ് 5-നകം വാടകയെടുത്ത ഫ്ളാറ്റ് ഒഴിയാൻ ഇയാളോട് വീട്ടുടമസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു. കണ്ടെടുത്ത കുറിപ്പുകൾ ATS വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ നിർണായക തെളിവുകൾക്ക് ആക്രമണവുമായി ഏതെങ്കിലും തരത്തിൽ ഭീകര ബന്ധമുണ്ടോ എന്നും ATS പരിശോധിച്ചു വരികയാണ്. ഏകാന്ത ജീവിതത്തിനിടയിലാകാം ഇന്റർനെറ്റ് വഴി ഇയാൾ തീവ്രവാദ ചിന്തയിലേക്ക് തിരിഞ്ഞതെന്നാണ് കരുതപ്പെടുന്നത്. അൻസാരിയുടെ ഡിജിറ്റൽ ഇടപാടുകൾ കണ്ടെത്തുന്നതിനായി ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ATS ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. മറ്റാരെങ്കിലും ഇയാളെ നിയന്ത്രിച്ചിരുന്നോ അതോ ഒരു സ്വയം തീവ്രവാദത്തിലേക്ക് ഇയാൾ ആകർഷണമാവുകയായിരുന്നു എന്നും പരിശോധിച്ചു വരികയാണ്. അതേസമയം തീവ്രവാദ സാഹിത്യങ്ങളുടെയും ഓൺലൈൻ ഉള്ളടക്കങ്ങളുടെയും സ്വാധീനത്താൽ പ്രതി സ്വയം തീവ്രവാദ ആശയത്തിലേക്ക് തിരികെയായിരുന്നുവെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു. പ്രതി സ്വന്തം തീരുമാനത്താൽ പ്രേരിതനായിട്ടാണ് കൃത്യം ചെയ്തതെന്നും ഇരയുടെ മതപരമായ വ്യക്തിത്വം നോക്കിയാണ് ആക്രമണത്തിനായി തിരഞ്ഞെടുത്തതെന്നും സൂചിപ്പിക്കുന്ന പ്രാഥമിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഫട്നാവിസ് വ്യക്തമാക്കി. സംഭവത്തിന് പിന്നിൽ മറ്റേതെങ്കിലും വലിയ ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ മറ്റാരെങ്കിലും തീവ്രവാദ വഴിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി ഭീകരവിരുദ്ധ സേനയും ദേശീയ അന്വേഷണ ഏജൻസിയും സംയുക്തമായി അന്വേഷണം നടത്തി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതി മുൻപ് വിദേശത്താണ് താമസിച്ചിരുന്നത്. ഇയാളുടെ കുടുംബം ഇപ്പോഴും അമേരിക്കയിലാണെങ്കിലും അൻസാരി ഇന്ത്യയിലേക്ക് മടങ്ങിയായിരുന്നു. കുർളയിൽ കുറച്ചുനാൾ താമസിച്ച ശേഷമാണ് ആക്രമണം നടന്ന നയാനഗറിലേക്ക് ഇയാൾ താമസം മാറിയതെന്നും ഇയാളുടെ പഴയകാല ഡിജിറ്റൽ ഇടപാടുകളും നീക്കങ്ങളുമെല്ലാം പരിശോധിച്ചു വരികയാണെന്നും ഫട്നാവിസ് വ്യക്തമാക്കി.